സീറോ മലബാർ ഞായറാഴ്ച പ്രസംഗം. സുവിശേഷ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ജേക്കബ് നാലുപറയിലച്ചൻ പങ്കുവയ്ക്കുന്ന സുവിശേഷ വിചിന്തനം. ദനഘക്കാലം 5-ാമത്തെ ഞായറാഴ്ച. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വചനങ്ങൾ. ഒരു മരണത്തിൻ്റെ ഞെട്ടലിലാണ് ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ. ഇന്ന് രാവിലെ 11:15 എൻ്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരൻ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അനുജൻ, കഴിഞ്ഞ ഒരു 10-13 ദിവസങ്ങളായിട്ട് വീടിൻ്റെ മുകളിൽ നിന്നും വീണ് ഹെഡ് ഇഞ്ചറിയും മറ്റ് അപകടങ്ങളുമായിട്ട് ആശുപത്രിയിൽ ICUയിൽ കഴിയുകയായിരുന്നു. ഓരോ ദിവസവും കഴിയും തോറും മെച്ചപ്പെട്ട് പ്രതീക്ഷ വളർന്നു വന്നു. ഇന്ന് രാവിലെ 11:15 സെമിനാരിയിലേക്ക് പോകുമ്പോഴും വിളിച്ചു പറഞ്ഞു, ഇന്ന് ഡോക്ടർ പറഞ്ഞു എല്ലാം മെച്ചപ്പെട്ടു, പനിയുണ്ടായിരുന്നു, കുറഞ്ഞു. ആകെ പ്രതീക്ഷയായിട്ട് നിൽക്കുകയായിരുന്നു. 11:55 ക്ലാസ്സിലിരിക്കുമ്പോൾ ഫോൺ അടിച്ചു, എടുക്കാൻ പറ്റിയില്ല. ക്ലാസ് കഴിഞ്ഞ് നോക്കുമ്പോൾ മെസ്സേജാണ്, അനുജൻ മരിച്ചു, കാർഡിയാക് അറസ്റ്റ്. മരണം തൊട്ടടുത്ത് വരുന്നത് വേദനാജനകമാണ്. ഇതിനു മുമ്പ് ഒരു സന്ദർഭം, എറണാകുളത്തെ ലേക്ക് ഷോർ ആശുപത്രിയിൽ നിന്നും വന്ന ഒരു ഫോണായിരുന്നു. ഒരു സിസ്റ്ററാണ്, കൂട്ടുകാരി സിസ്റ്ററിന് അവിടെ ചികിത്സയില്ല, അതുകൊണ്ട് കുർബാന ചൊല്ലിക്കൊടുക്കാനായിട്ട് ചെല്ലണമെന്ന അപേക്ഷയായിരുന്നു. ചെന്നു, കുർബാന ചൊല്ലി. പിന്നെയും പല പ്രാവശ്യം അങ്ങനെ ഈ രോഗിയായി കിടക്കുന്ന സിസ്റ്റർ 33 വയസ്സിൽ ക്യാൻസർ ബാധിച്ച് വീണ്ടും അതിൻ്റെ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. മരണത്തെ മുഖാഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അങ്ങനെ പല പ്രാവശ്യം പോയി കുർബാന ചൊല്ലിക്കൊടുത്ത് തിരിച്ചു വന്നു. ഒരു ദിവസം രാത്രി 2 മണിക്കാണ് ഫോൺ വരുന്നത്, ഈ കൂട്ടുകാരി സിസ്റ്ററിൻ്റെത്. ഫോൺ എടുത്തു. എന്തേ എന്ന് ചോദിച്ചപ്പോൾ പറയുക, അവൾ പോയി. അല്പം കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു, മരിക്കുമ്പോൾ സിസ്റ്റർ അടുത്തുണ്ടായിരുന്നോ? ഉണ്ട്. ബോധമുണ്ടായിരുന്നോ? ഉണ്ട്. അവസാനമായി അവൾ എന്നാ പറഞ്ഞേ? അവൾ എൻ്റെ കയ്യേൽ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പോവാടി. അത് പറഞ്ഞിട്ട് കയ്യിലെ പിടി അയഞ്ഞു. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നിക്കോദേമൂസിനോട് സംസാരിക്കുന്നതിൻ്റെ തുടർച്ചയാണ്. സംസാരത്തിൻ്റെ വിഷയം തുടക്കത്തിൽ വീണ്ടും ജനിക്കുക എന്നുള്ളതായിരുന്നു. അല്പം കഴിയുമ്പോൾ നിത്യജീവനെക്കുറിച്ചാണ്. 3-ാം അധ്യായം 15-ാമത്തെ വചനം, തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാലും അതിനപ്പുറത്തേക്ക് നീളുന്ന ജീവൻ, നിത്യമായ ജീവൻ, മരണത്തിന് പോലും തടുത്തു നിർത്താനാവാത്ത ജീവൻ, അതുണ്ടാകാൻ എന്ത് ചെയ്യണം? അതാണ് ഈശോ പറഞ്ഞു തരുന്നത്. നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ എന്താണ്? വിശ്വസിക്കുക. അതാണ് ഈശോയുടെ സൂക്തം. ആരിൽ? ഉയർത്തപ്പെടുന്ന മനുഷ്യപുത്രനിൽ വിശ്വസിക്കുക. ആരാണ് ഈ ഉയർത്തപ്പെടുന്ന മനുഷ്യൻ? ഉയർത്തപ്പെടുന്ന മനുഷ്യൻ കുരിശിൽ ഉയർത്തപ്പെടുന്ന മനുഷ്യപുത്രനാണ്, ക്രൂശിതനാണ്. ക്രൂശിതനിൽ വിശ്വസിക്കുക. നിനക്ക് നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ. ഈ വിശ്വാസം വെറും ബുദ്ധിയുടെ ഒരു വ്യാപാരമല്ല, ബൗദ്ധികമായൊരു മനസ്സിലാക്കലല്ല. അതിലൊക്കെ ഉപരിയായിട്ട് ക്രൂശിതനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ക്രൂശിതനെ നിൻ്റെ ജീവിത പ്രമാണമായിട്ട് സ്വീകരിക്കുക. കുരിശിൽ ഉയർത്തപ്പെട്ട മനുഷ്യപുത്രനെ നിൻ്റെ ജീവിതത്തിലേക്ക് സംശീകരിക്കുക. അവൻ എന്തിനു വേണ്ടിയൊക്കെ നിലകൊണ്ടോ അത് നിൻ്റെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളും ജീവിതത്തിൻ്റെ ആദർശങ്ങളുമായി മാറുക. ചുരുക്കത്തിൽ ക്രൂശിതൻ്റെ വഴിയെ നടക്കുന്നവനാകുക. ഇതാണ് ക്രൂശിതനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. നിത്യജീവൻ ഉണ്ടാകണമെങ്കിൽ ക്രൂശിതനിൽ വിശ്വസിക്കുക. അതായത് ക്രൂശിതൻ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവനാണ്. തനിക്കുള്ളതെല്ലാം കൊടുത്ത് അവസാനം സ്വന്തം ജീവൻ പോലും കൊടുക്കുന്നതിൻ്റെ പ്രതീകമാണ് കുരിശിൽ മരിക്കുന്ന മനുഷ്യപുത്രൻ. തനിക്ക് ഉള്ളതെല്ലാം കൊടുത്ത് അവസാനം സ്വന്തം ജീവൻ പോലും കൊടുക്കുന്നവൻ. ആ ക്രൂശിതനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ജീവിതത്തിൻ്റെ പ്രമാണമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നവനാണ് ക്രൂശിതനിൽ വിശ്വസിക്കുന്നവൻ. പഴയ ഒരു കുട്ടനാടൻ കൊയ്ത്തു രംഗം. പതിറ്റാണ്ടുകൾക്ക് പുറകിലാണ്. ഒരമ്മയും 2 മക്കളും കൊയ്ത്തിനായിട്ട് പാടശേഖരത്തിലേക്ക്, കായൽ ശേഖരത്തേക്ക് പോയതാണ്. നെല്ല് കൊയ്തിട്ടിട്ട് കറ്റ ചുമന്ന് കായൽ പരപ്പിനതിരുകളിലേക്ക് ചുമന്നുകൊണ്ട് പോകുന്നതിന് മുമ്പുള്ള ഇടവേള. വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കഞ്ഞിപ്പാത്രം അഴിച്ചു വെച്ച് അതിലെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് അമ്മയും 2 മക്കളും. പള്ളിക്കൂടത്തിൽ പോകുന്ന കുട്ടികളായിരുന്നു. വീട്ടിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരെയും കൂട്ടി കൊയ്ത്തിന് ഇറങ്ങിയതാണ്. മൂത്തവൻ
പാത്രത്തിലേക്ക് അമ്മ 2 പിടി ചോറ് കൂടുതലിട്ടു. ഇളയവന് കുറവും. കാരണം മൂത്തവനല്ലേ എല്ല് മൂപ്പ്. 2 പാത്രവും മാറി മാറി നോക്കിയിട്ട് ഇതിൽ അതൃപ്തനായി ഇളയവൻ സ്വന്തം പാത്രം വരമ്പത്തേക്കിട്ടു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അമ്മ അവസാനം ആ കഞ്ഞിക്കലത്തിൽ മിച്ചമുണ്ടായിരുന്ന അവസാനത്തെ വറ്റ് ചോറും കൂടെ തടുത്തുവാരി ഇളയവൻ്റെ പാത്രത്തിലേക്കിട്ടു. പിന്നെ കഞ്ഞിക്കലത്തിൽ മിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല, കഞ്ഞിവെള്ളം മാത്രം. അത് മൊത്തിക്കുടിച്ചുകൊണ്ട് അമ്മ ഇറങ്ങുക കറ്റ ചുമക്കാനായിട്ട്. കൊടുക്കുക. കൊടുത്ത് അവസാനം തനിക്ക് ഏറ്റവും സ്വന്തമായിട്ടുള്ളതും തൻ്റെ ജീവൻ പോലും കൊടുക്കുന്ന ക്രൂശിതൻ്റെ കൊടുക്കൽ, അത് ജീവിതത്തിൽ സാംശീകരിക്കുമ്പോഴാണ് ക്രൂശിതനിൽ ഉയർത്തപ്പെടുന്ന മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നവൻ ആകുന്നത്. നിത്യജീവൻ, മരണത്തിനപ്പുറത്തേക്ക് നീളുന്ന ജീവൻ, മരിച്ചാലും നിലനിൽക്കുന്ന ജീവൻ സ്വന്തമാക്കണമെങ്കിൽ അതിനുള്ള സൂത്രവാക്യമാണ് ഈശോ പറഞ്ഞു തരുന്നത്. വിശ്വസിക്കുക, ഉയർത്തപ്പെടുന്ന മനുഷ്യപുത്രനിൽ വിശ്വസിക്കുക. ഒരു പടി കൂടി 3-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഉയർത്തപ്പെടുന്ന മനുഷ്യപുത്രനിൽ വിശ്വസിക്കുക പോരാ, അതിനപ്പുറം സ്വന്തം പുത്രനെ നൽകാൻ തക്കവിധം സ്നേഹിച്ച ദൈവത്തിൽ, പിതാവിൽ വിശ്വസിക്കുക. സ്വന്തം പുത്രനെ കൊടുത്ത് ഏറ്റവും പ്രിയമായിട്ട് തനിക്കുള്ള പ്രിയപുത്രനെ കൊടുക്കാൻ മാത്രം സ്നേഹിക്കുന്ന ദൈവത്തിൽ ഉള്ള വിശ്വാസം. ഉയർത്തപ്പെടുന്ന മനുഷ്യപുത്രനിൽ വിശ്വസിക്കുക, ക്രൂശിതനിൽ വിശ്വസിക്കുക. അവൻ കൊടുക്കുന്നതിൻ്റെ കൊടുമുടിയാണ്. അതോടൊപ്പം അതിന് അടിസ്ഥാനവും ആധാരവുമായിട്ട് നിൽക്കുന്ന അതേപോലെ തന്നെയുള്ള മഹത്തായ കൊടുക്കൽ, സ്വന്തം പുത്രനെ പോലും കൊടുക്കുന്ന ദൈവം. സ്വന്തം പുത്രനെ പോലും കൊടുക്കാൻ മാത്രം അത്രവിധം സ്നേഹിക്കുന്ന ദൈവം. അതായത് കൊടുക്കുന്നത് സ്നേഹത്തോടെ ആവുക, കൊടുക്കുന്നതിന് ആധാരമായിട്ട് അടിസ്ഥാനമായിട്ട് സ്നേഹം നിലനിൽക്കുന്ന അവസ്ഥ. സ്നേഹത്തോടെ കൊടുക്കുക, സ്നേഹം കാരണം കൊടുക്കുക. 2 ഇരട്ട സഹോദരികൾ, അവരൊരുമിച്ച് ഒരേ സ്വഭാവം, ഒരേ സൗന്ദര്യം, പഠിച്ച് കോളേജിൽ പഠിക്കുന്ന കാലം. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഇളയവൾക്ക് ഒരു പ്രേമം. കാമുകനായി. അത് മറ്റവൾ അറിയുന്നുണ്ട്. അവൾ കൂട്ടുനിന്നു, പ്രോത്സാഹിപ്പിച്ചു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചേച്ചി അനിയത്തെക്കുറിച്ച് പറയുന്നൊരു വാചകമുണ്ട്. അവൾക്കിപ്പോൾ ലോകത്തിൽ, അവളുടെ ലോകത്തിൽ ഒരാളേ ഉള്ളൂ. അവൾക്ക് എന്ത് കിട്ടിയാലും അവന് കൊടുക്കണമെന്ന ഒരേ ഒരു ചിന്തയേ ഉള്ളൂ. സ്നേഹത്തിൻ്റെ സ്വഭാവം ഇതാണ്. സ്നേഹിച്ചു കഴിഞ്ഞാൽ കൊടുക്കണം എന്നുള്ള പ്രേരണയാണ്. സ്നേഹിക്കുന്നവന്, ഇഷ്ടപ്പെടുന്നവന്, പ്രിയന് കൊടുക്കണമെന്നുള്ള പ്രേരണ. അതുകൊണ്ട് തന്നെയല്ലേ കല്യാണം കഴിഞ്ഞ നവവധുവിന് അവൾ പാചകം ചെയ്യുമ്പോൾ മീൻ കറി വെക്കുകയാണെങ്കിൽ അതിൻ്റെ നടുമുറി, ഇറച്ചി കറി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ചങ്കും കരളും ആർക്കാണ്? പ്രിയന്, കെട്ടിയവന്, ഭർത്താവിന്. ഇഷ്ടപ്പെടുന്നയാൾക്ക് കൊടുക്കുക എന്നുള്ളത് സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ സ്വഭാവം തന്നെയാണ്. തൻ്റെ പുത്രനെ നൽകാൻ തക്കവിധം അത്രമാത്രം സ്നേഹിച്ച, സ്നേഹം കാരണം കൊടുക്കുക, സ്നേഹത്തോടു കൂടി കൊടുക്കുക. ഈ സ്നേഹത്തോടു കൂടി കൊടുക്കുന്ന ഏറ്റവും വലിയ കൊടുപ്പ് തമ്പുരാൻ, ദൈവം തൻ്റെ പ്രിയപുത്രനെ നൽകുന്ന ആ കൊടുക്കലിൽ വിശ്വാസമർപ്പിക്കുക പോരാ, ആ കൊടുക്കലിൻ്റെ രീതി നിൻ്റെ ജീവിതത്തിലേക്ക് സാംശീകരിക്കുക, നിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാക്കി മാറ്റുക. അതാണ് നിത്യജീവൻ, മരണത്തിനപ്പുറത്തേക്ക് കടക്കുന്ന നിത്യജീവൻ പ്രാപിക്കാൻ ഉള്ള വഴി. ക്യാൻസർ രോഗത്തിൻ്റെ അവസാന വാക്കെന്ന് വിളിക്കാവുന്നയാളാണ് ഡോക്ടർ ഗംഗാധരൻ ഡോക്ടർ തൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ച് ഗംഗാധരൻ ഡോക്ടറുടെ അടുത്ത് ചികിത്സയിലായി. ക്യാൻസർ അതിൻ്റെ കൂടിയ ഘട്ടത്തിലാണെന്ന് ആ അമ്മയെ അറിയിച്ചു. അപ്പോൾ ഒരേ ഒരു വ്യവസ്ഥയാ കണ്ണ് നിറഞ്ഞുകൊണ്ട് അമ്മ ഡോക്ടറോട് അപേക്ഷിച്ചത്, ഒരേ ഒരു മകൻ ഈയിടെ ഇംഗ്ലണ്ടിലേക്ക് പോയതേയുള്ളൂ, ഡോക്ടറാ, ഉപരിപഠനത്തിനായിട്ടൊരു സ്കോളർഷിപ്പ് കിട്ടിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ ആ മകനെ ഇപ്പോൾ തൻ്റെ രോഗാവസ്ഥ അറിയിക്കരുത്, കാരണം അവൻ്റെ പഠിപ്പ് മുടങ്ങും. സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ് കൊടുക്കുക എന്നുള്ളത്. പോരാ, ത്യാഗം സഹിച്ച് കൊടുക്കുക എന്നുള്ളത്, നൊമ്പരപ്പെട്ടുകൊണ്ട് കൊടുക്കുക എന്നുള്ളത് സ്നേഹത്തിൻ്റെ സ്വഭാവമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്
തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം സ്നേഹിച്ച ദൈവം. ആ തമ്പുരാനാണ് ഈ വലിയ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ കൊടുമുടി. ആ സ്നേഹത്തിൽ വിശ്വസിക്കുക, ആ സ്നേഹത്തെ നിൻ്റെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കുക. അതിൻ്റെ തന്നെ മനുഷ്യരൂപമാണ് കുരിശിൽ ഉയർത്തപ്പെട്ട മനുഷ്യപുത്രൻ കൊടുക്കുന്നതിൻ്റെ, സ്നേഹത്തോടെ കൊടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീകം. ആ മനുഷ്യപുത്രൻ്റെ കൊടുക്കലിനെയും നീ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൻ്റെ ആധാരമായിട്ട് സ്വീകരിക്കുക. അപ്പോൾ സംഭവിക്കുന്ന എന്താണ്? നിൻ്റെ ഈ ജീവൻ, ഇവിടെ അവസാനിക്കാവുന്ന ജീവൻ, ഇത് വളർന്ന് വളർന്ന് മരണത്തിലേക്കും വളർന്ന് അതിനപ്പുറത്തേക്കും വളർന്ന് നിത്യമായ ജീവൻ ആയി മാറും. ഇന്ന് ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നത്, നിക്കോദേമൂസിനോട് പറയുന്ന കാര്യം ഇന്ന് എന്നോടും പറയുന്നു. എങ്ങനെ നിത്യജീവൻ പ്രാപിക്കാം? മരണത്തിനപ്പുറത്തേക്ക് നീളുന്ന ജീവിതം എങ്ങനെ സ്വന്തമാക്കാം? അതിനുള്ള വഴി വിശ്വസിക്കുക, ഉയർത്തപ്പെടുന്ന മനുഷ്യപുത്രനിൽ വിശ്വസിക്കുക. പോരാ, ആ പുത്രനെ നൽകാൻ തക്ക വിധം സ്നേഹിച്ച ദൈവത്തിൻ്റെ, പിതാവിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുക. അർത്ഥം, ഈ രണ്ട് സ്നേഹത്തിനെയും കൊടുക്കലിനെയും നിൻ്റെ ജീവിതത്തിലേക്ക് നീ സംശീകരിക്കുക. പിതാവിൻ്റെ സ്നേഹപൂർണമായ കൊടുക്കൽ, പുത്രൻ്റെ കുരിശിൽ സ്വന്തം ജീവൻ പോലും കൊടുക്കുന്ന ആ വലിയ സ്നേഹം, അതിനെ നീ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിക്കുക. അതുകൊണ്ട് ഈശോ ഇന്ന് എന്നോട് ആവശ്യപ്പെടുന്നത് സ്നേഹിക്കുക എന്നുള്ളതാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹബന്ധങ്ങളെ നീ ബലപ്പെടുത്തുക. തമ്പുരാൻ നിൻ്റെ ജീവിതത്തിൽ മുളപ്പിച്ച് വളർത്തിയിരിക്കുന്ന സ്നേഹബന്ധങ്ങളുണ്ട്. ആ സ്നേഹബന്ധങ്ങളെ നീ വളർത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യുക. ആ സ്നേഹബന്ധങ്ങളൊക്കെ നിന്നെ പ്രേരിപ്പിക്കുന്നത് കൊടുക്കാനാ. സ്നേഹിക്കുന്നവർക്ക്, പ്രിയപ്പെട്ടവന് കൊടുക്കുക, അതും സ്നേഹത്തോടെ കൊടുക്കുക. അങ്ങനെ സ്നേഹത്തോടെ കൊടുത്ത് നീ ജീവിക്കുമ്പോൾ, നിൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും സ്നേഹത്തോടെയുള്ള കൊടുക്കലുകൾ കൊണ്ട് നിറയുമ്പോൾ സംഭവിക്കുന്നത്, നീ ക്രൂശിതനിൽ വിശ്വസിക്കുന്നവനാകുന്നു. പോരാ, സ്വന്തം പുത്രനെ പോലും കൊടുക്കാൻ സ്നേഹിച്ച ദൈവപിതാവിൽ വിശ്വസിക്കുന്നവനാകുന്നു. ഇവരെ രണ്ടുപേരെയും നിൻ്റെ ജീവിതത്തിലേക്ക് നീ പറിച്ചു നടുന്നു, അല്ലെങ്കിൽ വളർത്തിയെടുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ നിക്കോദേമോസിനോട് പറഞ്ഞു പഠിപ്പിച്ചത് എന്നോട് ഇന്നും പറയുന്നു. എങ്ങനെ നിത്യജീവൻ, മരണത്തിനപ്പുറത്തേക്ക് നീളുന്ന ജീവനിൽ പങ്കാളിയാകാമെന്ന്. അതിനുള്ള വഴിയായിട്ട് ഈശോയെ നീ പറഞ്ഞു തരുന്നത് ക്രൂശിതനായ നിന്നിൽ വിശ്വസിക്കാനാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്ത് ജീവൻ പോലും കൊടുക്കുന്ന നിന്നിൽ വിശ്വാസമർപ്പിക്കാൻ, ഒപ്പം നിന്നെ ദാനമായി തരുന്ന പിതാവിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കാൻ. ഈശോയെ, അതിനർത്ഥം എൻ്റെ ജീവിതത്തിലേക്ക് ക്രൂശിതനായ നിന്നെയും നിന്നെ തരുന്ന പിതാവിനെയും എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കി മാറ്റുക എന്നതാണ്. നാഥ, നീ എൻ്റെ ജീവിതത്തിൽ തന്ന സ്നേഹബന്ധങ്ങളെ തിരിച്ചറിയാനും അതിനെ വളർത്തിയെടുക്കാനുമുള്ള കൃപ തരണമേ. ഓരോ സ്നേഹബന്ധത്തിലും കൊടുക്കാൻ, സ്നേഹത്തോടെ കൊടുക്കാൻ നീ എന്നെ പ്രേരിപ്പിക്കുന്നു. ഈശോയെ, ആ നിൻ്റെ സൽപ്രേരണ ഓരോ ദിവസവും അതിനനുസരിച്ച് വളർത്തിയെടുക്കാനും അനുവർത്തിക്കാനുമുള്ള കൃപ തരണമേ. നാഥ, അങ്ങനെ എന്നിൽ നിൻ്റെ ജീവൻ കൂടുതൽ കൂടുതൽ സജീവമാകട്ടെ. നിൻ്റെ ജീവൻ, സ്നേഹിക്കുന്ന നിൻ്റെ ജീവൻ, കൊടുക്കുന്ന നിൻ്റെ ജീവൻ, സ്നേഹത്തോടെ കൊടുക്കുന്ന ജീവൻ ഓരോ ദിനവും എന്നിൽ സജീവമായി വരട്ടെ. അതിലൂടെ ഞാൻ നിത്യജീവനിലേക്ക് വളർന്ന് കയറട്ടെ. ആമേൻ.